ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ BNI, അതെ BNIയുടെ ഗ്ലോബൽ റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്ത് മലപ്പുറത്തെ എത്തിച്ച BNI മലപ്പുറത്തിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദീപേഷ് നായരാണ് ഇന്ന് ബെസ്റ്റ്സെല്ലറിൽ സംസാരിക്കുന്നത്. വെൽക്കം ടു ബെസ്റ്റ്സെല്ലർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്താണ് BNI എന്താണ് ലക്ഷ്യം വെക്കുന്നത്? 1985 അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്ത ഡോക്ടർ ഐവൻ മൈസ്നർ എന്ന് പറയുന്ന വ്യക്തി ഫൗണ്ടറായിട്ടുള്ള, ഇന്ന് ലോകത്തിൽ 78 രാജ്യങ്ങളിലായിട്ട് 3,30,000-ലധികം അംഗങ്ങൾ പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് അവരുടെ പ്രൊഫഷണൽ ബിസിനസ് മേഖലകളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്ലോബൽ ഓർഗനൈസേഷനാണ് BNI. BNIയുടെ ഫിലോസഫി എന്ന് പറയുന്നത് ഗിവേഴ്സ് ഗെയിൻ എന്നുള്ളതാണ്. ഈ ഒരു കോർ ഫിലോസഫിയിൽ വിശ്വസിച്ചാണ് ഓരോ BNI അംഗങ്ങളും BNI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് അത് മറ്റുള്ളവർക്ക് നൽകാനുള്ള മനസ്സുമായിട്ട് വരിക എന്നുള്ളതാണ് BNIയുടെ കോർ ഫിലോസഫി. പ്രത്യേകിച്ച് BNI എന്താണെന്നുള്ള ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളത് 7 കോർ വാല്യൂസിൽ അധിഷ്ഠിതമായിട്ടാണ് BNI പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കോർ വാല്യൂ ഞാൻ ഈ പറഞ്ഞ ഗിവേഴ്സ് ഗെയിൻ തന്നെയാണ്. സ്വാഭാവികമായിട്ടും അതൊരു യൂണിവേഴ്സൽ തിയറിയാണ്. BNIയിൽ നമ്മൾ ചെയ്യുന്നത് ബിസിനസ്സിൽ എങ്ങനെ നമുക്ക് മറ്റുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഫിലോസഫി, ആ ഒരു വാല്യൂ സിസ്റ്റത്തിലാണ് BNI പ്രവർത്തിക്കുന്നത്. തിരിച്ച് നമ്മൾ ഒരാളെ ബിസിനസ്സിൽ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് പേര് നമ്മളെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് BNI. ഇറ്റ്സ് എൻ എക്കോ സിസ്റ്റം. ആ ഒരു എക്കോ സിസ്റ്റത്തിലുള്ള ആളുകളെല്ലാവരും പരസ്പരം കണക്റ്റഡ് ആണ്. ഈ 3,30,000-ഓളം അംഗങ്ങളും BNI കണക്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ പരസ്പരം കണക്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് BNIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ലോകത്തിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു BNI മെമ്പർ മറ്റൊരു BNI മെമ്പറോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം ഹൗ കെൻ ഐ സപ്പോർട്ട് യു, ഹൗ കെൻ ഐ ഹെൽപ്പ് യു എന്നുള്ളതാണ്, അല്ലെങ്കിൽ വാട്ട് കെൻ ഐ ഡു ഫോർ യു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതല്ല, മറിച്ച് താങ്കൾക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ചോദ്യമായിരിക്കും ആദ്യം ഒരു BNI മെമ്പർ കേൾക്കേണ്ടി വരിക. ആ ഒരു കോൺസെപ്റ്റാണ് BNIയുടെ സക്സസ് എന്ന് പറയുന്നത്. BNIയുടെ 2ാമത്തെ കോർ വാല്യൂ എന്ന് പറയുന്നത് ബിൽഡിംഗ് റിലേഷൻഷിപ്പാണ്. നമുക്കെല്ലാവർക്കും ഒരുപാട് ബന്ധങ്ങളുള്ള ആളുകളാണ്. നമുക്ക് യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, നമ്മുടെ ബിസിനസ്സിൽ ഒരു ആവശ്യം വരുന്ന സമയത്ത് എത്ര പേരുടെ അടുത്ത് നമുക്കത് തുറന്ന് സംസാരിക്കാൻ സാധിക്കും? എത്ര പേരെ നാം വിളിക്കുന്ന സമയത്ത് അവർ നമുക്കാവശ്യമായ സമയത്ത് നമ്മളുടെ കൂടെ സമയം ചെലവഴിക്കാൻ തയ്യാറാവും? BNIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു വാല്യൂ എന്ന് പറയുന്നത് മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ബന്ധങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. BNIയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളൊരു കോർ വാല്യൂ ആണ് ലൈഫ് ലോങ് ലേണിംഗ്. നമ്മൾ സ്ഥിരം പഠിക്കുവാനുള്ള മനസ്സ് നിലനിർത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പഠിക്കുവാനും അപ്ഡേറ്റ് ചെയ്യുവാനും പുതിയ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ പല സമയത്തും പറയാറുണ്ട്, ഈവൻ ഇഫ് യു ആർ 80 years old, if you are ready to learn and update, you are equal to 18 years old. Even if you are 18 years old, if you are not ready to learn and update, you are equal to 80 years old. നിങ്ങൾ 80 വയസ്സുള്ള ആളാണെന്നുണ്ടെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും അപ്ഡേറ്റ് ചെയ്യാനും അതിലൂടെ വളരാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 18 വയസ്സിന് തുല്യമാണ്. അതേ സ്ഥാനത്ത് 18 വയസ്സുള്ള ആളാണെങ്കിലും ഞാൻ എല്ലാം അറിയുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എനിക്കിനി പ്രത്യേകിച്ച് പഠിക്കാനില്ല എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവർ 80 വയസ്സിന് തുല്യമാണെന്നാണ് പറയാറുള്ളത്. ഇപ്പോൾ പലപ്പോഴും BNIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട BNI യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോം ഉണ്ട്. 1000-കണക്കിന് കോഴ്സുകൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ മെമ്പേഴ്സിന് അവൈലബിൾ ആണ്. അത് ജോൺ C. മാക്സ്വെല്ലിനെ പോലെ, അതുപോലെ തന്നെ ലോകത്തിലെ പ്രഗത്ഭരായിട്ടുള്ള ട്രെയിനേഴ്സിൻ്റെ, ഓതേഴ്സിൻ്റെ, മെൻറ്റേഴ്സിൻ്റെ പല കോഴ്സുകളും BNI മെമ്പേഴ്സിന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ BNI പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഒരുപാട് ട്രെയിനിങ്ങുകളുണ്ട്. അത് മാത്രമല്ല, നമുക്കറിയാം വിവിധ മേഖലകളിൽപ്പെട്ട വിവിധങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഓൺട്രപ്രണേഴ്സാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളത്. ഓരോ ആളുകളുടെയും എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ബിസിനസ്സിൽ തുടക്കക്കാർ മുതൽ 40-50 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള മെമ്പേഴ്സ് വരെ 80 വയസ്സായ മെമ്പേഴ്സ് വരെ BNI മലപ്പുറത്തിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ BNIയിലെ ഓരോ അംഗങ്ങൾക്കും വ്യത്യസ്തരായിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ജീവിതാനുഭവങ്ങളുള്ള, ബിസിനസ് അനുഭവങ്ങളുള്ള ആളുകളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുവാനും അവരുടെ സക്സസ് സ്റ്റോറീസും അവരുടെ നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളിലൂടെയൊക്കെ നമുക്ക് അത് നമ്മളെ ബിസിനസ്സിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പഠിക്കാനുമുള്ളൊരു അവസരമാണ് കിട്ടുന്നത്. ലൈഫ് ലോങ് ലേണിങ്ങുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള മറ്റൊരു കോർ വാല്യൂ ആണ് ട്രഡീഷൻസ് പ്ലസ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം കോവിഡ് കാലഘട്ടം എന്ന് പറയുന്നത് നമ്മളെയൊക്കെ പിടിച്ചു കുലുക്കിയ ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിലും BNI മെമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മളുടെയൊക്കെ സ്ഥാപനങ്ങൾ ഈ കോവിഡ് കാലഘട്ടങ്ങളിൽ ചില സ്ഥാപനങ്ങൾ മാസങ്ങളോളം, ചില സ്ഥാപനങ്ങൾ ആഴ്ചകളോളം അടച്ചിടേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു. പല ഓൺട്രപ്രണേഴ്സിനും ഏറ്റവും കൂടുതൽ ബിസിനസ് ലൈഫിൽ ഡിഫിക്കൽട്ടി ഉണ്ടായിട്ടുള്ളൊരു കാലഘട്ടമാണ്. പക്ഷേ BNI മെമ്പേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് പോലും ലോകം മുഴുവൻ കോവിഡ് സമയത്ത് നമുക്ക്
ഒഴിവാക്കേണ്ട ഒരു അവസരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടെക്നോളജി എങ്ങനെ അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കും? ടെക്നോളജി ഏറ്റവും മഹത്തരമായിട്ടുള്ള രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് BNI. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് BNI ബിസിനസ് ബിൽഡർ എന്ന് പറയുന്ന ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം. അതുപോലെ തന്നെ BNI കണക്ട് എന്ന് പറയുന്ന ലോകം മുഴുവൻ മെമ്പേഴ്സിനെ ബന്ധിപ്പിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ BNI യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ മെമ്പേഴ്സും അവരുടെ ബിസിനസ്സിലേക്ക് ടെക്നോളജി നമ്മുടെ സംസ്കാരം നിലനിർത്തിക്കൊണ്ട് തന്നെ, കാരണം ഓരോ ദേശത്തിലും ഓരോ നാട്ടിലും ഓരോ രാജ്യത്തിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള സംസ്കാരങ്ങളായിരിക്കും. അപ്പോൾ ആ സംസ്കാരങ്ങളെയൊക്കെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് അപ്ഡേഷൻസ് കൊണ്ടുവരാൻ സാധിക്കും? ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്ന ഒരു അവസരം എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കാളും കൂടുതൽ നമ്മൾ കാരണം മറ്റുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടായി എന്ന് നാം മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് BNI മെമ്പേഴ്സ് അവരുടെ BNI ജേണിയിൽ, അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും അവരുടെ ലൈഫ് ജേണിയിൽ കൃത്യമായിട്ട് ഉൾപ്പെടുത്തേണ്ട ഒരു കോർ വാല്യൂ ആണ്. BNI ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കോർ വാല്യൂ കൂടിയാണത്. ഞാൻ ഏറ്റവും കൂടുതൽ BNIയിൽ ഇഷ്ടപ്പെടുന്ന മറ്റൊരു കോർ വാല്യൂ ആണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ നമ്മൾ അസസ് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ശാരീരികമായിട്ടുള്ള കഴിവോ അല്ലെങ്കിൽ അവർ എത്രത്തോളം ടാലൻ്റ് ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് മാത്രമല്ല, മറിച്ച് അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ അക്കൗണ്ടബിലിറ്റി അസസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ BNIയെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടബിലിറ്റിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. നമ്മുടെ BNI മീറ്റിംഗ് സാധാരണഗതിയിൽ സ്റ്റാർട്ട് ചെയ്യുക 7:30-നാണ്. എല്ലാ മെമ്പേഴ്സും 7:30 മുമ്പായിട്ട് BNI മീറ്റിംഗ് ഹാളിലേക്ക് എത്തിച്ചേരണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ടൈമിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. നമ്മൾ പല സമയത്തും പറയാറുണ്ട് ഓൺ ടൈം ഈസ് ലേറ്റ് എന്ന് പറയാറുണ്ട്. ഇപ്പോൾ 7:30 കഴിഞ്ഞ് വരുന്ന ഒരാൾ അത് കഴിഞ്ഞ് എത്ര സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. അത്തരത്തിലുള്ളൊരു കോൺസെപ്റ്റ്, ഒരു ശീലം നമ്മളുടെ ജീവിതത്തിലേക്ക് പകർത്തുക എന്നുള്ളതാണ് BNIയുടെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു കോർ വാല്യൂ. അത് സമയത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമുക്ക് കിട്ടുന്ന റെഫറൻസിൽ, നമുക്കൊരു റെഫറൻസ് ഒരു കൊളീഗ് BNI മെമ്പർ തരുന്ന സമയത്ത് അതിനോട് നമ്മൾ എത്രത്തോളം അക്കൗണ്ടബിലിറ്റി കീപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മൾ ബിസിനസ് ചെയ്യുന്ന രീതിയിൽ ഒക്കെ എത്രത്തോളം അക്കൗണ്ടബിലിറ്റി കീപ്പ് ചെയ്യുന്നു. പല സമയത്തും നമുക്ക് തന്നെ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ചില വ്യക്തികൾ ഒരു സമയം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആ വ്യക്തി ആ പറയുന്ന സമയത്തിനേക്കാളും മുന്നേ അവിടെ എത്തുമെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ മറ്റു ചില വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഇന്നാളല്ലേ പറഞ്ഞത്, സ്വാഭാവികമായിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പോയാൽ മതി. അത്തരത്തിലുള്ള ചിന്താഗതികൾ നമുക്ക് വ്യക്തികളെക്കുറിച്ചുണ്ട്, സ്ഥാപനങ്ങളെക്കുറിച്ചുണ്ട്. ചില സ്ഥാപനങ്ങളിൽ നമുക്ക് വിശ്വാസം കൂടുതലാണ്, പക്ഷേ മറ്റു ചില സ്ഥാപനങ്ങളിൽ നമുക്ക് വിശ്വാസക്കുറവുണ്ടാവും. അക്കൗണ്ടബിലിറ്റി നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു മൂല്യമായിട്ട് നിലനിർത്തുക എന്നുള്ളതാണ് ഈ ഒരു കോർ വാല്യൂയിലൂടെ BNI മുന്നോട്ട് വെക്കുന്നത്. BNIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കോർ വാല്യൂ ആണ് റെക്കഗ്നേഷൻ, അംഗീകാരങ്ങൾ കൊടുക്കുക. സഭയോട് നമുക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ നാട്ടിലെ വ്യവസായങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും അവർ എടുക്കുന്ന എഫേർട്ട്, അവർ ചിലവഴിക്കുന്ന സമയം, ഒരുപക്ഷെ ഒരുപാട് ഫാമിലി ടൈമും അല്ലെങ്കിൽ പേഴ്സണൽ ടൈമും ഒക്കെ ഒരു ബിസിനസ് ഗ്രോ ചെയ്യുന്ന അല്ലെങ്കിൽ തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഒരു ബിസിനസ്സുകാരൻ സാക്രിഫൈസ് ചെയ്യാറുണ്ട്. അപ്പം അത്തരത്തിൽ ഒരുപാട് സാക്രിഫൈസസ് നടത്തി മുന്നോട്ട് വരുന്ന ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത്ര അംഗീകാരങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത്തരത്തിലുള്ള ഓൺട്രപ്രണേഴ്സിനെ, പ്രൊഫഷണൽസിനെ ഓരോ അവസരങ്ങളും അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നമ്മൾ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട അംഗീകാരങ്ങൾ നൽകുക, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. സ്വാഭാവികമായിട്ടും അപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാനുള്ള ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള എനർജി പ്രദാനം ചെയ്യുക. BNI അതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് മെമ്പേഴ്സിന് നൽകിയിട്ടുണ്ട്. ഗ്രീൻ മെമ്പേഴ്സ്, ആംബർ മെമ്പേഴ്സ്, റെഡ് മെമ്പേഴ്സ്, ഗ്രേ മെമ്പേഴ്സ് എന്ന് തുടങ്ങിയിട്ട് പല ക്ലാസിഫിക്കേഷൻ. അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി കീപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഗ്രീൻ ക്ലബ് മെമ്പേഴ്സ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ക്രോർപതി ഗിവേഴ്സ്, ഗോൾഡ് ക്ലബ് മെമ്പേഴ്സ്, അങ്ങനെ നിരവധി അംഗീകാരങ്ങൾ മെമ്പേഴ്സിന്, ഓൺട്രപ്രണേഴ്സിന് BNI നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമായ സമയത്തൊക്കെ അവരെ അടുത്ത ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനമാണ് റെക്കഗ്നേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റേത് കോർ വാല്യൂസ് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർ വാല്യൂ ആണ് റെക്കഗ്നേഷൻ. ഈ 7 കോർ വാല്യൂസിനെ ബേസ് ചെയ്താണ് BNI പ്രവർത്തിക്കുന്നത്. BNI എന്താണെന്ന് ചോദിച്ചു കഴിയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയാനുള്ളത് ഈ 7 കോർ വാല്യൂസ് മാത്രമാണ്. മലപ്പുറത്ത് BNI ലോഞ്ച് ചെയ്ത സമയത്ത് നേരിട്ടിട്ടുള്ള വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? അതിനെങ്ങനെയാണ് മറികടന്നിട്ടുള്ളത്? BNI മലപ്പുറം സ്റ്റാർട്ട് ചെയ്ത സമയം എന്ന് പറയുന്നത് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു. 2020 കോവിഡിൻ്റെ ഒരു പാരമ്യത്തിലുള്ള സമയത്താണ് ഇവിടെ നമ്മൾ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ മലപ്പുറത്ത് നമ്മൾ BNI സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ആളുകളെ കൃത്യമായിട്ട് BNIയുടെ സിസ്റ്റത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് നേരിൽ കാണാതെയാണ് പല സമയത്തും നമ്മൾ ആളുകൾക്ക് ഓൺലൈനിലൂടെയായിരുന്നു ഓറിയൻറ്റേഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനീഷ്യൽ ടൈമിൽ BNIയെ അക്സെപ്റ്റ് ചെയ്യാൻ, പ്രത്യേകിച്ച് എന്താണ് BNI എന്നുള്ളത് മനസ്സിലാക്കി വരാനുള്ള കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മനസ്സിലായതിനു ശേഷം മലപ്പുറത്തിൽ BNIയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഒരു കാലഘട്ടം തന്നെയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഏറ്റവും മികച്ച ഒരു ലീഡർഷിപ്പ് ടീമാണ് BNI മലപ്പുറത്തിനെ നയിക്കുന്നത് എന്നുള്ളതാണ്.
ബീങ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ BNA മലപ്പുറത്തിന് ഞാൻ നേതൃത്വം നൽകുന്നുണ്ടെങ്കിലും ഇതിൽ എന്നെ കൂടാതെ ഒരുപാട് ലീഡേഴ്സ് BNA മലപ്പുറത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചാപ്റ്റേഴ്സിനെയും റീജിയൻ്റെ നിരവധി ആക്ടിവിറ്റീസിനെയും നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഇന്ത്യയിലെ എല്ലാ മെട്രോപൊളിറ്റൻ സിറ്റീസിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് BNA മലപ്പുറത്തിന് നമുക്ക് ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ദ ബെസ്റ്റ്സെല്ലറിനോട് ഇത്രയും നേരം ചെലവഴിച്ചതിന് താങ്കളുടെ വിലയേറിയ സമയം ഞങ്ങൾക്ക് തന്നതിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ബെസ്റ്റ്സെല്ലറിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു.